ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലംലാൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ ഒരുപാട് ദിവസം രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം ഒഴിച്ചുകൊണ്ട് നിങ്ങളും ഞങ്ങളൊക്കെ തന്നെ കഷ്ടപ്പെട്ടതിനൊരു ഫലമുണ്ടായി എന്നാണ് നമുക്ക് പൊതുവെ കിട്ടുന്ന ഒരു വിവരം. നിങ്ങളെ പോലെ തന്നെ ഉറങ്ങാതിരിക്കുകയാണ്, ഇപ്പോഴും സ്റ്റിൽ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ജസ്റ്റ് ഉറങ്ങി. രാവിലെ നിങ്ങൾ ക്ലാസ് എടുത്തു. അതിനുശേഷം ആ ഉറങ്ങിയ സമയം ഒരു 8 മണി 9 മണി മുതൽ ഒരു 11 മണി വരെയാണ്. അതിനുശേഷം കുട്ടികളുടെ റിവ്യൂ എടുക്കാൻ പോയി. അതിനുശേഷം ഇവിടെ വന്നു, ആൻസർ കീ പ്രിപ്പയർ ചെയ്തു. ആൻസർ കീ എടുത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകാൻ 4 മണി ആയിട്ടുണ്ട്. സോ ഇതൊക്കെ ഞാൻ പറയുന്നത് മറ്റൊന്നല്ല, വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ്. ഇത്രയധികം നമ്മൾ എഫേർട്ട് എടുത്ത് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് കിട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊന്ന് കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ സൈലത്തിന്റെ നെക്സ്റ്റ് എക്സാം ഈ വരുന്ന ഏപ്രിൽ 2 തീയതി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ നെക്സ്റ്റ് എക്സാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, പ്രത്യേകിച്ച് പൈസകളൊന്നും കൊടുക്കേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് എഴുതാം. സൈലന്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. സോ ഏകദേശം 46 സ്ലൈഡ് ആണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് ആൻസർ കീ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതിന്റെ ആൻസർ കീ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചത് അവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ PDF നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഈ കാണുന്ന ചോദ്യത്തിൽ ഏതാണ് ഇതിന്റെ ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. 37 നിന്നും 7 കുറച്ചാൽ 30 കിട്ടും. ആൻഡ് 30 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 5 ആണ്. സോ 30/5 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 20 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 0,2 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ 42 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 4n+2 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആൻസറുകളൊക്കെ നിങ്ങൾ ചെയ്ത് ശരിയാണോ നോക്കുക. ഇനി ഞാൻ എഴുതിയ ആൻസർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 ആണ്. ഇതൊരു പഠിക്കുന്ന കുട്ടിയുടെ ആൻസർ ഷീറ്റ് ആണെന്ന് തോന്നുന്നു. ആ കുട്ടി എഴുതിയ ഒരു ഇതൊക്കെ ശരിയാണ്, അത് സന്തോഷം. ആൻഡ് ഈ കാണുന്ന ആൻസർ ഓപ്ഷൻ ഈ കാണുന്നതാണ്. ആൻഡ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ചോദ്യത്തിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. ഇത് എങ്ങനെ ശരിയാന്ന് വെച്ചാൽ ഇത് 1/2 ആണ്. അതിന്റെ അർത്ഥം y 1 കൂടുന്നു, x 2 കൂടുന്നു. x 2 കൂടിയാൽ 3 5, അടുത്തത് 7, അടുത്തത് 9. അപ്പൊ x 9 വരും. y 1 കൂടുകയാണെങ്കിൽ 1 1 കൂട്ടുന്നു, 2 2 1 കൂട്ടുന്നു, 3 3 1 കൂട്ടിയാൽ 4. സോ 4/9 അല്ലെ 4,9 എന്താണ് ഈ കാണുന്ന വരയിലെ ബിന്ദു ആണ്. സോ ഓപ്ഷൻ 2 and 3. യെസ്, ഈ കാണുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കുകയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. ഇത് 120 ഡിഗ്രി സെയിം രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ലൈവിൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നലത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. സോ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് എന്ന് പറഞ്ഞാൽ 1 - 1/3 ആണ്. ഓർ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2/3 എന്ന് എഴുതാം. രണ്ടിൽ ഏത് എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. അത് ഒരു ആളോട് 3 ഡിജിറ്റ് പറയാൻ പറയുന്നത് നമുക്കറിയാം. മൊത്തം 3 ഡിജിറ്റ് എണ്ണം എന്ന് പറഞ്ഞാൽ 900 ആണ്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ 3 ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ ആർ സെയിം. രണ്ടും സെയിം ആണുള്ള സാധ്യത. അങ്ങനെ 111 212 313 പറഞ്ഞിട്ടുള്ള 9 നമ്പർ ആണുള്ളത്. സോ 9/900 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9 ആണ്. സോറി 1/100 ആണ്. അടുത്തത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ മൾട്ടിപ്പിൾ ഓഫ് 5 വിച്ച് ഈസ് ലെസ് ദാൻ 200. ലെസ് ദാൻ 200 ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഡിജിറ്റ് നമ്പർ ആണ്. 100 105 അവസാനം 195 എന്ന് പറഞ്ഞ നമ്പർ. ഇത് എത്ര എണ്ണം ഉണ്ട് നോക്കണം. ഇത് എത്ര ഉണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര കിട്ടും, 20 എണ്ണം കിട്ടും. സോ 20 നമ്മളെ നമ്പർ 20/900, 20/900 ആണ് അതിന്റെ ആൻസർ. അത് പറയുന്നുണ്ട് 20/900 വേണമെങ്കിൽ 1/45 എന്ന് എഴുതാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ 10b ടോട്ടൽ പേർ എന്ന് പറഞ്ഞാൽ മൊത്തം 4 നമ്പർ ഒരു സൈഡും അടുത്ത 3 നമ്പർ ഒരു സൈഡും ഉണ്ട്. മൊത്തം 12 നമ്പർ ഉണ്ട്. ആ കാണുന്ന നമ്പറിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് ആകെ 1 × 2 മാത്രമേ പ്രൈം നമ്പർ ആവുള്ളൂ. ഒരൊറ്റ നമ്പർ എന്താവില്ല, പ്രൈം നമ്പർ ആവില്ല. ബാക്കി എല്ലാത്തിനും ഫാക്ടർ വരും. സോ 1/ടോട്ടൽ 12 ആണ്. അടുത്തൊരു ചോദ്യം എന്താണ്, എന്റെ മൾട്ടിപ്പിൾ. നമുക്ക് എന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എയോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. എന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 3 നമ്പർ ഉള്ളൂ. സോ 3/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അടുത്തത് വളരെ അത് അത്രയും നമ്മൾ രസകരമായിട്ട് പഠിപ്പിച്ച, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ടേം ആണ്. 7ാമത്തെ ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7th ടേം 100 ആണ്. 11th ടേം എത്രയാണ്, 140 ആണ്. അപ്പൊ 40 ആണ് കൂടുന്നത്. അപ്പോൾ 7 കഴിഞ്ഞിട്ട് 11 കഴിഞ്ഞിട്ട് 15. അപ്പൊ 40 കൂടി എത്ര ആവും, 180 ആവും. അതേപോലെ 7ന്റെ താഴോട്ട് പോകുമ്പോൾ എത്ര ആവും, 4 കുറച്ചാൽ 3 ആണ്. സോ 3ാമത്തെ ടേം എത്രയാണ്, 40 കുറയ്ക്കുക. 140 കുറച്ചാൽ എത്രയാണ്, 60 ആണ്. ചെയ്ത് നോക്കാതെ സമ്മ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എത്ര തന്നിട്ടുണ്ട്, 30 ആണ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 7 ടേമിന്റെ സമ്മ 30 ആണ്. 3 ടേമിന്റെ സമ്മെങ്കിൽ 30/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിട്ടും. എന്ന് പറയുന്നത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അതേപോലെ 4th ടേം എന്ന് പറഞ്ഞാൽ 7 ടേമിന്റെ സമ്മ എത്രയാണ്, 70 ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ആൻസർ കീ കിട്ടിയാൽ പോരെ. മനസ്സിലായതിനോ ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ നോക്കണ്ട. 7 ടേമിന്റെ സമ്മ 140 ആണ്. സോ 140/7 20 എന്ന് കിട്ടും. ഇതാണ് 4ാമത്തെ ടേം. 2ാമത്തെ ടേം 10, 4ാമത്തെ ടേം 20. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2d = 10, d = 10 എന്ന് കിട്ടും. സോറി 2d = 20, സോറി 2d = 10. അപ്പൊ d = 5 എന്ന് കിട്ടും. d = 5. അപ്പൊ d 5 ആണെങ്കിൽ സെക്കൻഡ് ടേം 10 ആണ്. സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര, സെക്കൻഡ് ടേം 10. സെക്കൻഡ് ടേം 10. ഫസ്റ്റ് 3 ടേംസ് ആണ് ഇതാ പറഞ്ഞത്. സെക്കൻഡ് ടേം 10 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എത്ര, 5 10 15 ഇങ്ങനെ പോകും. നമുക്ക് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം. 5 10 15 എക്സെട്രാ. അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട്. 1ാമത് 25ാമതും കൂട്ടിയാൽ 70 ആണ്. എങ്കിൽ നമുക്കറിയാം 1 + 25 26 ആണ്. 4 + 22 എത്ര നോക്കുക, 26 ആണ്. സോ 70 തന്നെയാണ്.
പിന്നെ 13ാമത്തെ പദമാണ് നമുക്കറിയാം 2 13 കൂട്ടിയാൽ 70 കിട്ടും. അപ്പോൾ ഒരു 13 എന്നാൽ 70ന്റെ പകുതിയാണ്. അടുത്ത ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ്. ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്നാൽ മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ്. അത് ചെയ്താൽ 875 കിട്ടും. അടുത്ത ഇതുപോലത്തെ ഒരു ടേബിൾ വരച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. 45 ആണെങ്കിൽ 45 1 കൂട്ടുക 46. 46ന്റെ പകുതി ആയിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ മീഡിയൻ അഥവാ മദ്യം ഉണ്ടാവുക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി എത്ര കിട്ടും? 1 കിട്ടും. ആ 1/2 കൊടുത്താൽ എന്ത് കിട്ടി? 19 + 1 20ാമത്തെ ആളത്തായിരിക്കും എന്ത് ചോദിക്കുക? അസ്യൂംഡ് മീഡിയം ചോദിക്കുക, സാങ്കല്പിക മധ്യമം ചോദിക്കുക. ആ 20ാമത്തെ ആളത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റും. അത് ഒരുപാട് തവണ പറഞ്ഞതാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ 63.5. അടുത്തത് ഒരു സർക്കിൾ വരക്കുന്നുണ്ട്. മക്കൾ എല്ലാം ശ്രദ്ധിച്ചോളാം. വരക്കുന്നത് സിമ്പിൾ ആണ്. സർക്കിൾ വരച്ചാൽ അതിന്റെ മീഡിയം കണ്ടുപിടിക്കാനോ സെന്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. സെന്റർ എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര കിട്ടും? 6,4 കിട്ടും. ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് തരും, നടുവത്തെ ടേം തരും, എന്നിട്ട് അടുത്ത എൻഡ് പോയിന്റ് കാണാൻ. അപ്പൊ ഏത് വന്ന നമ്പർ 6 ആവുന്നു? 1 കുറയുന്നു. 6 1 കുറച്ചാൽ 5. 6 വന്ന നമ്പർ 4 ആവുന്നു. 2 കുറയുന്നു. 4 2 കുറച്ചാൽ 2. ഇനി ഇവിടുത്തെ അങ്ങോട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ 7,6. 5 6 ആവുന്നു. 1 കൂടുന്നു. 6 1 കൂട്ടുന്നു. 2 4 ആവുന്നു. 2 കൂടുന്നു. 4 + 2 6. യെസ്. അടുത്തത് ഈ സെയിം ചിത്രം, ഡിക്റ്റോ ചിത്രം നമ്മൾ 6 സെന്റിമീറ്റർ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും തോന്നുന്നു. ഈ കാണുന്നത് 4,0 ആണ്. ഈ കാണുന്നത് ഹൈറ്റ് 2√3 ആണ്. ആൻഡ് ഈ കാണുന്നത് 2,2√3 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഇസ് ഫോർംഡ് വിത്ത് ലൈൻ ജോയിനിങ് 3,5 5,9 ആറ്റ് ഡയമീറ്റർ. ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. സെന്റർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. 4,7 ആണ്. അടുത്ത ഈ കാണുന്ന സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. √5 ആണ്. അടുത്ത ഈ കാണുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ആണ് x - 4 ഹോൾ സ്ക്വയർ പ്ലസ് y - 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √5ന്റെ സ്ക്വയർ 5 ആണ്. എത്ര സിമ്പിൾ ആയിട്ടാ 3 മാർക്ക് കിട്ടിയത് നോക്കി. അടുത്ത ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇതില്ലാത്ത ചോദ്യപേപ്പറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് വെച്ചുകൊണ്ട് അതിന്റെ ഇക്വേഷൻ കണ്ടെത്തുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഈ വരിയിലെ വേറെ ഏതെങ്കിലും പോയിന്റ് കണ്ടുപിടിക്കാൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിന് 0 കൊടുത്തിട്ട് y കണ്ടുപിടിക്കാം, വൈക്ക് 0 കൊടുത്തിട്ട് x കണ്ടുപിടിക്കാം, എക്സിന് വേറെ ഏതെങ്കിലും നമ്പർ എടുത്താൽ y കിട്ടും, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. ഇനി അല്ലെങ്കിൽ സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇത് എത്ര പഠിച്ചാൽ 3 അല്ലേ? 3 എന്ന് പറഞ്ഞ നമ്പർ 9 എത്ര നമ്പർ 3,5 എക്സ് y 1 കൂടുന്നു. അപ്പൊ ഈ 5 ഉള്ളത് ഇവിടെ 2 വെച്ചിട്ടാട്ടെ ഞാൻ ഇത് 1 വെച്ചിട്ടും ചെയ്യാം. y 2 കൂടുന്നു. 5 ഉള്ളത് 7 ആവുന്നു. 2 കൂട്ടി 9 ആവുന്നു കേട്ടോ. ഓക്കെ, y 2 കൂടുന്നു. അതേപോലെ തന്നെ x 6 കൂടുന്നു. 3 പറഞ്ഞ നമ്പർ 6 ആവുന്നു. 9 + 6 15. ഓക്കെ, ഇനിയിപ്പോ 1 3 വെച്ചിട്ടാണെങ്കിൽ y എന്താവുന്നു? 5 1 6 6. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. y x വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ ചെയ്യാം. ഇത്ര ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത 1 സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 30 ലോങ്ങർ ദാൻ, അതായത് ഒരു റെക്ടാംഗിൾ തന്നിട്ട് അതിന്റെ ഒരു നീളം സൈഡ് എത്രയാണ്? 30 കൂടുതലാണ്. സോ അതിന്റെ ഏരിയ എത്ര തന്നിട്ടുണ്ട്? 300. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആൻസർ ചെയ്താൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 9 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 9 ആണെങ്കിൽ ഈ കാണുന്ന വാല്യൂ എത്രയാണ്? 39 ആണ്. സോ ഈസി പീസി. അടുത്തൊരു ചോദ്യം നോക്കാം. 2 നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ 4ഉം അതേ നമ്പർ തമ്മിൽ ഗുണിച്ചാൽ 2ഉം കിട്ടുന്നതാണ്. സോ എക്സും 4 - x ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 + or - √2 എന്ന് കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ വരെങ്കിലും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത്ര ചെയ്താലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് എത്തിയില്ലെങ്കിലും ഏകദേശം അതിനോട് ഒരു 1/2 മാർക്കേ കുറയുള്ളൂ. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1, 5, 9 ആണ്. അതിന്റെ അതൊരു സമാന്തര ശ്രേണിയാണോ? യെസ്, അവിടെ എന്തുണ്ട്? ഒരു പൊതു വ്യത്യാസമുണ്ട്. ആൻഡ് ഇതിന്റെ ഇതെന്താണ്? 4n - 1 ആണ്. അതിന്റെ 2 രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെ സീക്വൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. അടുത്തത് ആദ്യത്തെ n പദം, ഞാൻ 100% പറഞ്ഞ ഒരു ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവുന്നുള്ളത്. അതിന്റെ 7 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ആൻഡ് ഇതിന്റെ സമ്മ എങ്ങനെയാണ്? 315 ആണ്. അത് സാധാ പോലെ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ 15 എന്ന് കിട്ടും. ആദ്യത്തെ 15 പദങ്ങളുടെ തുക. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബി ക്വസ്റ്റ്യൻ, അതായത് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം 6n - 1 ആണ്. ഇനി അടുത്ത ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 15 പദങ്ങളുടെ തുക കാണാൻ ഒരു പണിയില്ല. 8ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി. 8ാമത്തെ ടേം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ സമ്മ് കണ്ടുപിടിക്കാം. ഈസി പീസി, നല്ലൊരു ചോദ്യമാണ്. അത് സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചതാണ്. സോ ആൻസർ ഈസ് 3n² + 2n ആണ്. 3n² + 2n. അത് ഓൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ് അത് സംഭവം അത് നമ്മൾ ചെയ്തു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. x - 4ഉം x - 8ഉം കിട്ടും. ആൻഡ് ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് 4 and 8 ആണ്. അടുത്ത ഇതും നമ്മുടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് സർക്കിൾസ് പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കണ്ട കുട്ടികൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ കാണുന്ന ആംഗിൾ 50 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 25 ആണ്. ഈ കാണുന്ന ആംഗിൾ 80 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 40 ആണ്. സോ ഇത് 25 ആണെങ്കിൽ ഇത് എന്താണ്? 25 ആണ്. സോ 25 + 40 65 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 115 ആണ്. സോ അങ്ങനെ 4 മാർക്ക് വെരി ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇത് അവിടെ ആൻസർക്ക്
ഈ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. സോ അടുത്തത് കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഏരിയ കാണാൻ ഒരു പണിയില്ല. 1/2 × 8 × 5 × 140 ആണ്. പക്ഷേ സൈൻ 140ന്റെ വാല്യൂന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ 40 എന്ന് കൊടുക്കാം. അത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. സോ അത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. സിമ്പിൾ ലിറ്റിൽ സ്റ്റാർ. യെസ്. മക്കളെ അടുത്തത് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ആണ്. ഇന്ന് രാവിലെയും കൂടി നിങ്ങൾ പഠിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധനം ഒരുക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാന്ന് വെച്ചാൽ വോളിയം ബൈ വോളിയം ആണ്. സോ ഇതിന്റെ വോളിയം ബൈ ഇതിന്റെ വോളിയം കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് പോയാൽ എത്ര കിട്ടും? 10 എന്ന ആൻസർ കിട്ടും. അടുത്തത് നമ്മളെ സ്ക്വയർ പിരമിഡിൽ നമുക്ക് എത്ര പേപ്പർ വേണമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർഫസ് ഏരിയ കാണാൻ A² + 12 ആണ്. A toys in the shape of a square pyramid. Base edge 12 cm ആണ്. സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണ്. സോ സ്ക്വയർ പിരമിഡിൽ അപ്പോൾ ഒരു സംശയം ഉണ്ട് അല്ലേ, അതായത് ബേസ് എടുക്കാൻ പറ്റുമെന്നുള്ള. സ്ക്വയർ പിരമിഡിന്റെ മൊത്തത്തിൽ വരില്ലേ A² + 12. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 864 cm² കിട്ടും. ഒരു മീറ്റർ സ്ക്വയറിന് 120 ആണ്. പക്ഷേ ഇങ്ങനത്തെ എത്ര ഉണ്ട്? 500 എണ്ണം ഉണ്ട്. സോ 864 × 500 ചെയ്യുക, അതിനെ 120 കൊണ്ട് ഗുണിക്കുക. നമുക്കറിയാം സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ബൈ 10,000 ചെയ്യണം. അപ്പോൾ ബൈ 10,000 ചെയ്യാൻ കുറേ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, ഒരു 1/2 മാർക്ക് 1 മാർക്കൊക്കെ പോകുള്ളൂ, പേടിക്കേണ്ട. സോ ബാക്കി വെട്ടാനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കിട്ടും 5184 കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റൻ കമ്പാരിറ്റീവ്ലി പല കുട്ടികൾക്കും ടഫ് ആയിരിക്കും, യാതൊരു സംശയമല്ല. കുറച്ചധികം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് പഠിപ്പിച്ച് പോയതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് x ഒന്ന് 40 - x ഒന്ന് എടുക്കുക. x നിങ്ങൾക്ക് എവിടെ എടുക്കാം? ഇവിടെ എടുക്കണം, ഇവിടെ എടുക്കാം, നോ പ്രോബ്ലം. എന്നിട്ട് tan 70 യൂസ് ചെയ്യുക, tan 48 യൂസ് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് കണ്ട ആളുകൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും. ഈസി മീൻസ് അങ്ങനത്തെ കുട്ടികൾക്ക് ടൈം എടുത്ത് കിട്ടും, പക്ഷേ ആൻസർ കിട്ടും. കുറച്ചധികം ചെയ്യാനുണ്ടെന്നുള്ളൂ. അത് ചെയ്ത് പോകുമ്പോൾ ഏകദേശം 31.63 കിട്ടും. ഒരു 30 അല്ലെങ്കിൽ 33 ഒക്കെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അത് കുറച്ചധികം സമയം നഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും. ലാസ്റ്റിലേക്ക് ഇതിനൊക്കെ ഈസിയാണ്. ഈ കാണുന്ന ചോദ്യം നല്ലൊരു കിടിലം ക്വസ്റ്റൻ ആണ്. ഒരു CBSE ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇത് കിടിലം ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയെന്നില്ല, പക്ഷേ എളുപ്പമാണ്, എന്നാൽ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ അര BH ആണ്. ഈ കാണുന്ന ക്വസ്റ്റൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അര × ബേസ് 10 × h എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 മാർക്കൊക്കെ കിട്ടും. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ഇതിലത്തെ പണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എടുക്കുന്നു. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് x, അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് x√3. നമുക്കറിയാം ഇത് 45 ഡിഗ്രിയാണ്, ഇതും 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈ കാണുന്ന x ആണെങ്കിൽ എന്താണ്? 10 - x ആണ്. അപ്പോൾ ഈ കാണുന്ന നീളം എന്തായിരിക്കും? 10 - x ആയിരിക്കും. അതിന്റെ അർത്ഥം 10 - x ഉം x√3 ഈക്വൽ ആണ്. 10 - x ഉം x√3 എന്താണ്? ഈക്വൽ ആണ്. സോ 10 - x = x√3. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ക്വസ്റ്റ്യനിലേക്ക് ഇതിന്റെ ആൻസർ കൊടുക്കുന്നു. സോ യെസ്, ഇത് സോൾവ് ചെയ്താൽ ഈ -x കൊണ്ടുവന്നാൽ +x, അതിന് x കോമൺ ആയിട്ട് പുറത്തെത്താൻ തൊട്ടുക. ഇങ്ങനെ ആട്ടോ പോകുന്നത്. അപ്പോൾ അതായത് എന്താ ചെയ്യുന്നത്? x പുറത്തോട്ട് അപ്പോൾ √3 + 1 കിട്ടും. ആ √3 + 1 ഈക്വൽ കൊണ്ടാൽ ബൈ √3 + 1. അപ്പോൾ 10/√3 + 1 ആണ് x വരിക. x എന്ന് പറഞ്ഞാൽ എന്താ? 10/√3 + 1. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ x√3ക്ക് പകരം, x√3 ആണല്ലോ ഇതിന്റെ ഹൈറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ x√3ക്ക് പകരം വേണമെങ്കിൽ 10 - എന്ന് കൊടുക്കാം. 10 - 10/√3 + 1. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. 10√3 + 10 - 10/√3 + 1. 10√3/√3 + 1 എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 × 10, 5 × 10√3/√3 + 1 ആണ്. അതായത് 50√3/√3 + 1 ഇതിന്റെ ഫൈനൽ ആൻസർ. ലേശം എഴുതാനുണ്ട്, പക്ഷേ സംഭവം സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, നല്ലൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരക്കാനുള്ള ചോദ്യം. വരക്കാനുള്ള 3 ചോദ്യം 4, 4, 8, 5, 13 മാർക്കിന് വരക്കാനാണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിൾസ് നിന്നാണ് നേരെ ഡബിൾ എടുക്കുക, എന്നിട്ട് സെൻട്രൽ ആംഗിൾ വരക്കുക, ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ടാൻജന്റ്, സ്ക്വയർ ആണ്. ഇത് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. 18 ആണെങ്കിൽ 18 കണക്ഷനുള്ള നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരക്കാം. മൂന്നാമത്തേത് ടാൻജന്റ് അഥവാ തൊടുവരയാണ്. നേരെ എന്ത് ചെയ്യുക? അതിന്റെ 180 കുറച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. 13 മിനിറ്റ് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. സോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറക്കുക. മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ നിങ്ങൾ മറക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. മാക്സിമം എല്ലാ SSC ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. സോ നമ്മൾ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നിങ്ങളും ഒന്ന് റെസ്റ്റ് എടുക്കുക, ഞാനും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ് ഇനിയും കൂടെ ഉണ്ടാകും. നമുക്ക് തകർക്കണം. ബൈ.